ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഇന്ന് നമ്മൾ അടിപൊളി നമുക്ക് തലയിലൊരു ഹെയർ പാക്കൊക്കെ ഇടണം കേട്ടോ. സുപ്പുവിൻ്റെ കാർക്കൂന്തൽ അറിയാമല്ലോ, അങ്ങോട്ട് വളർന്ന് വരും. അപ്പോഴേ ഇതേപോലെ ഓരോ കിടുക്കാച്ച് വിദ്യകൾ ചെയ്യുന്നത് കൊണ്ട് ഇത്തിരിയൊക്കെ ഒരു ഇതൊക്കെ ആയി തുടങ്ങി കേട്ടോ. നല്ല കറുപ്പുണ്ട് എൻ്റെ മുടിക്ക്, നേരത്തേലും നല്ല കറുപ്പൊക്കെ ആയി ഇങ്ങനെ കിടുക്കാച്ച് വിദ്യകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടുക്കാച്ച ഐറ്റമായിട്ടാണ് വന്നത്. എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. അധിക സമയമൊന്നുമില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും രണ്ട് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇത് ചെയ്തിട്ട് അപ്പുറത്ത് നമുക്ക് മുട്ടയൊക്കെ പൊരിക്കാം കേട്ടോ. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോയി മുട്ടയൊക്കെ പൊരിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ചെയ്തിട്ട് എന്തായാലും ഒരു 10-30 മിനിറ്റ് നിൽക്കണം ഇത് ചെയ്തിട്ട്. പിന്നെ നമുക്ക് വെറുതെ വെള്ളത്തിൽ ഇത് കഴുകാം കേട്ടോ. കഴുകി മുടി നന്നായിട്ട് ഉണക്കിയാൽ മതി. നമ്മുടെ മുടിക്ക് നല്ലതാണ്, നല്ല കളറും വരും. എനിക്ക് ചെറുതായിട്ടൊക്കെ നരയൊക്കെ വന്നു തുടങ്ങി. ഞാനത് പാത്ത് വെച്ചേക്കും, ആരും കാണാതെ ഇങ്ങനെ പാത്തിങ്ങനെ വെച്ചേക്കുക. വലിയൊരു വിചാരിക്കും കിളവിയാണെന്ന്. അപ്പോഴതുകൊണ്ട് ഇവിടെയൊക്കെ പാത്ത് വെച്ചേക്കുന്നത് ചില സമയത്ത് അത് പുറത്ത് വീഴും. അപ്പോഴതുകൊണ്ട് ഞാനിങ്ങനെ കിടുക്കാച്ച ഐറ്റങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരോടും പറഞ്ഞു ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ നമുക്ക് ഇന്ന് അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാൻ പോവാം. നമുക്ക് ഇന്ന് അതൊക്കെ കാണാം കേട്ടോ. പിന്നെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്യണം. അപ്പോൾ നല്ല വ്യത്യാസം കിട്ടും. നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ അടിപൊളി കിടുക്കാച്ചയായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയും. പിന്നെ ചെറിയ മുടികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നല്ല കരുത്തോടെ വളരും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ ആരും കേൾക്കാതെ പറഞ്ഞാൽ മതി സുപ്പുവിനോട് കേട്ടോ. ഞാനും ആർക്കും ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ എനിക്ക് വിശ്വാസം, അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തരുന്നത് നമ്മളെ താന്ത്രിക വിദ്യകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരിക കേട്ടോ. ആർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, ആർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. വളരെ രഹസ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നമുക്ക് നമ്മുടെ മുടിയിലെ നല്ലൊരു പായ്ക്കിട്ട് കൊടുക്കാം. മുടി വളർച്ചയ്ക്കും എനിക്കും ഇപ്പം മുടിയൊക്കെ നരച്ച് തുടങ്ങിയതേ. ഫ്രണ്ടിലെല്ലാം കുഞ്ഞു നരകൾ വന്ന് തുടങ്ങി. അപ്പോൾ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതുവരെ നമ്മൾ ഡൈ ഒന്നും തേച്ചിട്ടില്ല, അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു കിടുക്കാച്ചി പായ്ക്കാണ്. പിന്നെ നമ്മളത് തുടർന്ന് ചെയ്തു പോകണം. ഒരു 6-7 മാസമൊക്കെ നമ്മൾ ചെയ്തു പോകണം കേട്ടോ. എന്നാലേ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വെളുത്ത് വരുന്ന ഈ നരയൊക്കെ ഉണ്ടല്ലോ, കളറൊക്കെ മാറി വരും. കറുപ്പാവുമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ കളറൊക്കെ മാറി നല്ല ഇതായിട്ട് വരും കേട്ടോ. ഇത് ഒരാൾ ചെയ്തിട്ട് അവർ ചെയ്ത് പരീക്ഷിച്ചത് എനിക്ക് പറഞ്ഞു തന്നതായിട്ട്. കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പോൾ 2 സംഭവങ്ങൾ മാത്രം മതി ഇതിന് കേട്ടോ. ഞാനും അന്നേരം വിചാരിച്ചു നമുക്കൊന്ന് പരീക്ഷിച്ച്. ഞാനിപ്പം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഡൈ ഒക്കെ തേക്കുന്നതിനോട് അത്ര ഇതൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ അണ്ണൻ തന്നെ തേക്കുന്നതിന് എനിക്കിഷ്ടമല്ല കേട്ടോ. എന്നെ കാണാതെ പാത്തൊക്കെ കൊണ്ടുവന്ന് ഇത് തേക്കുന്നത് കേട്ടോ. ഞാൻ വഴക്ക് പറയും കാണുവാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തേച്ച് തുടങ്ങാം. ഞാൻ തേച്ച് തുടങ്ങി കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിലെ കുട്ടി നരകളൊക്കെ കാണുമല്ലോ, അതിനൊക്കെ ഒരു കളറ് വ്യത്യാസം വരും ഇത് ചെയ്യുന്നത് കൊണ്ട് കേട്ടോ. നമുക്കിത് ഇട്ട് നോക്കാം. ഞാൻ രാവിലെ തിളപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. 2 സംഭവങ്ങൾ മതി. രാവിലെ എണ്ണ തേച്ചതാണ്. ഒന്നും കൂടെ നമുക്ക് ഏത് നമ്മൾ പായ്ക്കൽ ഇടുമ്പോഴും ഒന്ന് നമ്മുടെ മുടിയിലൊന്ന് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ. മുടി വളർച്ച ഈ പൊട്ടിപ്പോകുന്ന മുടിക്കൊക്കെ നല്ലതാട്ടോ. എൻ്റെ മുടിക്ക് ഇത്ര നീളമില്ലായിരുന്നു, ഇവിടുത്തെ ഈ മുടിക്ക് കേട്ടോ. ഇപ്പോഴിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് മുടിക്ക് നീളം വെച്ച് തുടങ്ങി. മുടി മുറിച്ച് കേട്ടോ. 2 പ്രാവശ്യം ഇപ്പം മുടി ഞാൻ മുറിച്ച് എന്നിട്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും എണ്ണ തേക്കില്ല. ഞാൻ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണ കേട്ടോ തേക്കുന്നത്.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മുടിയൊക്കെ ഊരി തുടങ്ങി കേട്ടോ. ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം മതി. അതെന്തുവാണെന്ന് വെച്ചാൽ 2 സ്പൂണ് നമ്മൾ തേയില 2 സ്പൂൺ. അത് ഏത് തേയില വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇന്നാളിൽ എന്തോ തേയില വെള്ളത്തിൻ്റെ എന്തോ ഞാൻ വീഡിയോ ഇട്ടപ്പം ഏത് തേയില അങ്ങനെയൊന്നുമില്ല കേട്ടോ, കമ്പനി ആയിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ ചായയൊക്കെ ഇടത്തില്ല. അപ്പോൾ ആ തേയില ഉണ്ടല്ലോ, ആ തേയില 2 സ്പൂണ്. അപ്പോഴും ഒരു വലിയ സവാള കേട്ടോ, വലിയ സവാള എടുക്കണം. 2 സ്പൂൺ തേയില, ഒരു വലിയ സവാള. എന്നിട്ട് നമ്മൾ തേയില വെള്ളം തിളപ്പിക്കില്ല, അപ്പോൾ അതിനകത്തോട്ട് ഈ വലിയ സവാള വേവുന്ന പാകത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് അരിഞ്ഞെടുക്കാം കേട്ടോ. അരിഞ്ഞ് അതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഇത് ഒരു 1/2 ഗ്ലാസ്സായി കേട്ടോ. ഈ 1/2 ഗ്ലാസ് വെള്ളമാക്കി ഞാൻ പറ്റിച്ചെടുത്തു. അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ, ആ ഒരു സംഭവമാണിത് കേട്ടോ. ഇത് നമുക്കങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നന്നായിട്ട് അത് തിളപ്പിക്കണം. അല്ലെങ്കിൽ തേയില അങ്ങോട്ടിട്ട് സവാള അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് പെട്ടെന്ന് എടുക്കാൻ നോക്കരുത്. ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് വെന്ത് ഇറങ്ങണം കേട്ടോ. സിമ്മിലിടണം, തീയ ഒരുപാട് അങ്ങ് ആക്കാതെ സിമ്മിലിട്ട് നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒരു 1/2 ഗ്ലാസ് ആക്കി എടുക്കണം കേട്ടോ. ആ ഒരു വെള്ളമായത് കേട്ടോ. അപ്പോഴേ പഴയതൊക്കെ ഇട്ടോ, ചിലപ്പം തേയില വെള്ളം തന്നെ ആയതുകൊണ്ട് തന്നെ കടുംചായ എന്നൊക്കെ പറയും, ആയതുകൊണ്ട് തന്നെ ചിലപ്പം കളറൊക്കെ പിടിച്ചറിയത്തില്ല. അപ്പോൾ പഴയതൊക്കെ ഇട്ടു. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇത് നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട്, ഇത് നല്ല തണുപ്പ് കേട്ടോ. നമുക്കറിയാമല്ലോ തേയില വെള്ളവും നമ്മുടെ ഈ സവാളയൊക്കെ നല്ല തണുപ്പ് കേട്ടോ നമ്മുടെ തലയ്ക്കൊക്കെ. അപ്പോൾ ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ മുടിക്ക് കളറ് വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് തുടർന്ന് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു കോട്ടൺ തുണി എടുത്തുകൊണ്ട് വരട്ടെ. ഇങ്ങനെ നമ്മൾ ചെയ്താൽ അത് പോവും. പക്ഷെ അങ്ങനെ വേസ്റ്റാക്കി കളയാതെ നമുക്കൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയിലോ വെച്ചിത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കുപ്പി എടുത്തുകൊണ്ട് വരണേ, ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. എൻ്റെ കുപ്പി ആരോ അടിച്ചു മാറ്റി, പിള്ളേരെ അടിച്ചു മാറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കോട്ടൻ്റെ തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇച്ചിരി നമ്മുടെ മുഖത്തൊക്കെ ആവും കേട്ടോ. അത് സാരമില്ല. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ മുടിയുടെ ഇഴയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ല തണുപ്പ്, നമ്മളിത് തേക്കുമ്പം തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. തുടരെ ചെയ്യണം കേട്ടോ. ആഴ്ച ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്യണം. പിന്നെ ഇങ്ങനെ തുടർന്ന് പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് ചെയ്യാം. ഇച്ചിരി മുഖത്തോട്ടൊക്കെ അവസാരമില്ല കേട്ടോ. എന്തായാലും നമ്മുടെ മുടി കിളിർപ്പിക്കാനും നമ്മുടെ മുടിയുടെ കളറൊക്കെ വരാനും നമുക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ. എൻ്റെ കുപ്പി ആരോ അടിച്ച് മാറ്റി കേട്ടോ. നമ്മുടെ ഉള്ളി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു നീറ്റലൊന്നുമില്ല. നമ്മുടെ കണ്ണിൽ വീഴുമ്പോൾ ഇങ്ങനെ ഒപ്പി കൊടുക്കണം കേട്ടോ. അതാ പറഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ ആവും. നമ്മൾ പഴയതൊക്കെ ഇടാം കേട്ടോ. ഇങ്ങനെ എന്തായാലും ഇച്ചിരി വെള്ളമൊക്കെ നമ്മുടെ മുഖത്തും ദേഹത്ത് ബാക്കിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്കിൽ ആ മുടി ഒന്ന് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല തണുപ്പ്. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂറൊക്കെ ഇത് നമ്മുടെ ആ മുടിയിലൊന്ന് പിടിക്കണമല്ലോ, എന്നാലല്ലേ അത് ഇതാവത്തുള്ളൂ. 1 മണിക്കൂറോ 30 മിനിറ്റോ ഒക്കെ നമുക്കിതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കഴുകണം കേട്ടോ. സാധാ വെള്ളത്തിൽ നമ്മൾ വേറെ ഒന്നും ഷാമ്പു ഒന്നും ഇട്ട് കഴുകാൻ നോക്കരുത്. ഏകദേശം എൻ്റെ തീർന്നു കേട്ടോ. ഇങ്ങനെ എല്ലായിടും നല്ല തണുപ്പുണ്ട്, നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇതിനകത്തൊക്കെ പറ്റി അപ്പോഴേ കഴുകിക്കോണം നിങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇന്നൊക്കെ ഒരു അക്കിടി പറ്റി തേയില വെള്ളം കടിഞ്ചായ കളറല്ലേ, കറ മാതിരിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി നേരം പിടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 20 മിനിറ്റൊക്കെ നമുക്കിത് നമ്മുടെ മുടിയിലൊക്കെ പിടിക്കണം കേട്ടോ.
അപ്പോഴത്രയേ ഉള്ളൂ. എൻ്റെ തീർന്നു കേട്ടോ, നമ്മുടെ ആ വെള്ളം തീർന്നു. അപ്പോഴത്തെ ഞാൻ അര കപ്പ് ആക്കി എടുത്തെന്ന് പറഞ്ഞില്ലേ, ആ വെള്ളമെല്ലാം നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുത്തു. വളരെ പെട്ടെന്നായിരുന്നല്ലേ. എല്ലായിടത്തും നമ്മുടെ മുടിയിലും ഒക്കെ ഇത് അങ്ങോട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. നല്ല മുടിക്ക് നല്ല വ്യത്യാസം വരും, മുടിക്ക് നല്ല വളർച്ചയുണ്ടാവും. നേരത്തെ എൻ്റെ മുടി അപേക്ഷിച്ച് ഇപ്പോൾ നല്ല ഉള്ളൊക്കെ ഉണ്ട് കേട്ടോ. മേളിൽ നിന്ന് കിളിച്ചിറങ്ങി വരുന്നുണ്ട്. പിന്നെ രാവിലെ ഇറങ്ങുമ്പോൾ സത്യം ദേ ഇവിടെ എല്ലാം കുഞ്ഞു ദേ മാമാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമൊക്കെ ഉണ്ട്. ഒഴിഞ്ഞു പോയ മുടികളാണ് ഇവിടെയൊക്കെ കേട്ടോ, നിങ്ങൾ നോക്ക്. പൊഴിഞ്ഞു പോയ മുടികൾ അതേ മാമാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ട് ഇരിക്കുന്ന കണ്ടോ. ആ പൊഴിഞ്ഞു പോയ മുടികളൊക്കെ നമുക്ക് ഇളത്ത്. എൻ്റെ അവിടെ നിന്ന് ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. രാവിലെ അയ്യത്തെ പോച്ചോറിക്കാൻ വന്നതാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് നിന്ന് കൊള്ളാമെന്നൊക്കെ പറയുക. ഈ കിളിച്ച് വരുന്ന മുടികളൊക്കെ കണ്ട് 2 വശത്തും ഉണ്ട്. മാമാട്ടിക്കുട്ടിയമ്മയുടെ വീട്ടത് എനിക്ക് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം. ഇതൊക്കെ ചെയ്യുന്നതിന് നമുക്ക് പ്രയോജനമുണ്ടല്ലോ എന്ന്. ഇതൊക്കെ കുഞ്ഞു മുടികളാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഞാൻ അങ്ങ് തല നനച്ച് കുളിക്കും കേട്ടോ. എന്നിട്ട് ഷാമ്പു ഒന്നും ഇടാതെ അങ്ങ് കഴുകി എടുക്കും കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം ഈ ടിപ്പുകളൊക്കെ കേട്ടോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന്, ഞാനിവിടെ കുറച്ച് കുഞ്ഞു നരകളുണ്ട് കേട്ടോ, അതിനെ ഒന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ. കുഞ്ഞു നരകളുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനെങ്ങനെ തേക്കുന്നത് സാരമില്ല, നമ്മുടെ മുഖത്തായാലും ഒരു കുഴപ്പവും ഇല്ല. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ സുപ്പുവിൻ്റെ താന്ത്രിക വിദ്യകളൊക്കെ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് മോളെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ മുടി നല്ല കറുപ്പാക്കി എടുക്കാനും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന 2 കിടുക്കാച്ചി ഐറ്റങ്ങളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും പരീക്ഷിക്കണം കേട്ടോ. പരീക്ഷിക്കുകയല്ല, വിജയം ഉറപ്പാണ്. നമ്മൾ ആ വിജയത്തിന് വേണ്ടിയല്ലേ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കേട്ടോ. നല്ല വിജയം നമുക്ക് കിട്ടും. മുടിയൊക്കെ വാരി പിടിച്ച് കെട്ടാം. ഇത്തിരി നേരം കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ കഴുകി ഉണക്കിക്കൊണ്ടൊക്കെ വരും കേട്ടോ. പിന്നെന്താ ഒന്നുമില്ല. എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നത്തെ നമ്മുടെ ടിപ്പും ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. മുടിയൊക്കെ വായിലൊക്കെ പോന്നു കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. നല്ല കാറ്റൊക്കെ. നാളെ കാണാം കേട്ടോ. മുടി മുഖത്തെല്ലാം